തിരുവനന്തപുരത്ത് KSRTC ഡ്രൈവർ യദുവിനെ തടഞ്ഞ കേസിൽ മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് MLAയെയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി. മേയറുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് നിലവിൽ പ്രതി. കുറ്റപത്രത്തിൽ നിന്ന് മേയറെയും MLAയെയും ഒഴിവാക്കിയതിൽ പരാതി നൽകുമെന്ന് യദു വ്യക്തമാക്കി. 5 പേരിൽ 4 പേരെയും ഒഴിവാക്കി, ഒരാളെ മാത്രം പ്രതി ചേർത്തിരിക്കുന്നു. അതായത് അരവിന്ദ്, സഹോദരൻ അരവിന്ദ് എന്ന് പറയുന്ന ആളെ മാത്രം പ്രതി ചേർത്ത് വെറുതെ ഒരു പെറ്റി കേസ് മാത്രമാണ് ഫൈൻ ഇട്ടേക്കുന്നത്. ഫൈൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല, നടപടിയൊന്നും ഇല്ല. എന്ത് ഇവർ തോന്നിയ ദിവസം കാണിച്ചത് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ, നമ്മളെ പോലെയുള്ള പാവങ്ങളുടെ മക്കെട്ട് കയറാനല്ലേ അറിയുള്ളൂ. ഈ കേസ് നടക്കുന്ന ആൾക്കാർ ജോലി ചെയ്യില്ലേ, മേയർ MLAയും. എനിക്ക് മാത്രമാണ് ജോലി നഷ്ടമായതും എന്റെ കുഞ്ഞിന്റെ പഠിത്തം തടസ്സപ്പെടുകയും ചെയ്തു. ഞാൻ ഉപജീവന മാർഗമായിട്ട് ഇപ്പൊ പ്രൈവറ്റ് ബസ്സിൽ ലീവോടെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഡ്യൂട്ടി ഉള്ളൂ, എന്നാൽ ജോലിയൊന്നും ഇല്ല. കോടതി പറഞ്ഞാണ് കേസെടുത്ത് ഈ 5 പ്രതികളെയും പ്രതികളാക്കണമെന്നും പറഞ്ഞ് ഇപ്പൊ പോലീസുകാരെടുത്ത് കോടതി റിപ്പോർട്ട് ചോദിക്കും. അപ്പം അതും കോടതി പറഞ്ഞല്ലേ ചെയ്യുന്നത്. ഇവര് മര്യാദയ്ക്ക് അന്വേഷിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മേഘന മുരളി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. മേഘന, വലിയ കോലാഹലവും വിവാദവും ചർച്ചയുമൊക്കെ ആയ ഒരു സംഭവമാണ് KSRTC ബസ് മേയറും ഭർത്താവും MLA സച്ചിൻ ദേവ് MLAയും ഒക്കെ തടഞ്ഞ സംഭവം. ഈ കാര്യത്തിൽ ഇതിലെ കുറ്റക്കാരായ ആളുകളെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയുള്ള കുറ്റപത്രമാണ് നൽകിയിരിക്കുന്നത് എന്നതാണല്ലോ ഡ്രൈവറായിരുന്ന യദു ഇപ്പോൾ പറയുന്നത്. എന്താണ് ഈ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ? ആരൊക്കെയാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതികൾ? ഈ യദു പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ മേയറും സച്ചിൻ ദേവ് MLAയും ഒക്കെ ഇതിനകത്ത് നിന്നും ഒഴിവാക്കപ്പെട്ടു, അവർക്ക് ആളുകളുണ്ടല്ലോ, ഞാൻ ഇതിനകത്ത് കുടുങ്ങി എന്നാണ്. എന്താണ് മേഘന വിവരങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടാകുന്നത്. രാത്രിയിൽ പാളയത്ത് വെച്ചാണ് MLAയും ഭർത്താവും, അതായത് മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLAയും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം KSRTC ബസ്സിനെ തടഞ്ഞു നിർത്തുകയും MLA KSRTC ബസ്സിൽ കയറി പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ ദൃശ്യങ്ങളും, അതായത് ഡ്രൈവറായിരുന്ന യദുവും അതുപോലെ തന്നെ മേയറും MLAയും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. അത് വലിയ ചർച്ചയായി. അതിനുശേഷം 3 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നത്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് മേയർ കൊടുത്ത പരാതിയാണ്. അതിൽ മേയർ പറയുന്നത് ഡ്രൈവറായിട്ടുള്ള യദു അശ്ലീല ആംഗ്യം കാണിച്ചു, അതുപോലെ തന്നെ അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ യദുവിന്റെ പരാതി എന്ന് പറയുന്നത് ഇതിൽ ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തി, അതുപോലെ തന്നെ നടു റോഡിൽ വാഹനം തടഞ്ഞു നിർത്തിയെന്നടക്കമുള്ള പരാതികൾ ഉന്നയിച്ചുകൊണ്ട് യദുവും പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ യദുവിന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല. പക്ഷേ മേയറുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ KSRTC ബസ്സിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, പക്ഷേ അതിന്റെ മെമ്മറി കാർഡ് കാണാനില്ല. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ 3 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു അന്വേഷണം നടത്തി ഒരു കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. അന്തിമ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. അതിലാണ് ഈ മേയറും MLAയും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അതായത് കുറ്റപത്രത്തിൽ മേയറുടെയും MLAയുടെയും പേരില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ 5 പ്രതികളാണ്, അല്ലെങ്കിൽ 5 പേർക്കെതിരെയാണ് പരാതി ഉണ്ടായിരുന്നത്. പക്ഷേ 5-ൽ ഒരാളുടെ പേര് മാത്രമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അത് മേയറുടെ സഹോദരനായിട്ടുള്ള അരവിന്ദാണ് ഈ സ്വകാര്യ വാഹനം, അതായത് മേയറും MLAയും സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം ഓടിച്ചിരുന്നത്. സീബ്ര ക്രോസിൽ വാഹനം നിർത്തി എന്നുള്ള ഒരു കാര്യം കാണിച്ചുകൊണ്ട് അരവിന്ദിനെതിരെ മാത്രമാണ് ഇപ്പോൾ ഒരു കേസ്, അതായത് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അന്തിമ കുറ്റപത്രത്തിൽ അരവിന്ദിന്റെ പേര് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അന്തിമ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുകയും അതിൽ യദുവിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം യദു പറയുന്നത് അങ്ങനെ ഒരു അശ്ലീല ആംഗ്യം കാണിച്ചിട്ടില്ല, അതുപോലെ തന്നെ തന്റെ ഒരു ജോലിയാണ് തടസ്സപ്പെടുത്തിയത് എന്നുള്ളതാണ്. പക്ഷേ പോലീസിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പട്ടം തൊട്ട് പാളയം വരെ ഈ MLAയുടെ വാഹനത്തിന്, ഈ സ്വകാര്യ വാഹനത്തിന് KSRTC ബസ് സൈഡ് നൽകിയില്ല, അതുപോലെ തന്നെ അശ്ലീല ആംഗ്യം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രതി ചേർക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ മേയറുടെയും MLAയുടെയും പേര് ഒഴിവാക്കിയത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. പക്ഷേ യദുവുമായി സംസാരിക്കുമ്പോൾ യദു പറയുന്നത് ഒന്നാമത്തെ കാര്യം മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടാണ്. ഈ സംഭവം ഉണ്ടായി, ഈ വിവാദം ഉണ്ടായി ആദ്യ ദിവസം തന്നെ എവിടെയാണ് ഈ മെമ്മറി കാർഡ് എന്നുള്ളത് വലിയ വിവാദം, വലിയ ചർച്ചയായിരുന്നു. പക്ഷേ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു തീരുമാനം, അതായത് മെമ്മറി കാർഡ് എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്. അതുപോലെ തന്നെ MLAയുടെയും മേയറുടെയും ഒരു സ്വാധീനം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിച്ചാണ് ഈ കുറ്റപത്രത്തിൽ നിന്ന് പേര് ഒഴിവാക്കിയത് എന്നുള്ളതാണ് അല്പസമയം മുന്നേ യദുവുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. കൂടാതെ യദു ഈ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്നു, ഇപ്പോൾ ഒരു സ്വകാര്യ ബസ്സിൽ ജീവനക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തനിക്ക് മാത്രമാണ് നഷ്ടങ്ങൾ ഉണ്ടായത് എന്നുള്ളത് യദു പറയുന്നു. എന്തായാലും യദു വീണ്ടും കോടതിയിൽ ഹർജി നൽകാനാണ് ഒരുങ്ങുന്നത്. അതിൽ KSRTC കണ്ടക്ടർ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട
പശ്ചാത്തലത്തിൽ KSRTC കണ്ടക്ടറെയും അതുപോലെ തന്നെ മേയറെയും MLAയും പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കോടതിയിൽ യദു ഹർജി നൽകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഹർജി ഉടൻ തന്നെ നൽകും കോടതിയിൽ എന്നുള്ളതാണ് യദു പറയുന്നത്. ഹർജി ഉടൻ നൽകും യദു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേഘന മുരളി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.